നമ്മുടെ ഒരു എന്താ പറയുക ഒരു അറബിക് സൂക്ക് ഒരു മാർക്കറ്റാണ് അൽസീഫ്. ഇവിടെ കോമൺലി നമുക്ക് എന്താ പറയുക ഫീസൊന്നും ഇല്ല കയറി വരാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള നിനക്ക് എന്തൊക്കെ അറിയാന്ന് നിന്റെ മുഖം കാണുമ്പോ എങ്ങനെ ഇരിക്കുന്നു. എന്നാലും നീ വന്നതിൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്. ഓ, സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഇവിടെ എന്താണ് പറയാനുള്ളത്? പറയൂ സുഹൃത്തുക്കളെ. പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു സീ ഏരിയ, ഈ കനാലെല്ലാം നല്ല ഭംഗിയാണ്. മോനെ ദേ വരുന്നുണ്ടാ പുലി. നമ്മളങ്ങനെ അൽസീഫ് എന്തോടെ ഇവിടെ കാണാനുള്ളത്? ട്രഡീഷണൽ ഏരിയ. മോനെ അവൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളാണ്. നമ്മൾ ദുബൈയിലാണ്. അടിപൊളി വീഡിയോകൾ നിബുവും ജോബിനും നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നിബുവിൻ്റെ വൈഫും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അതിമനോഹരമായ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കും. അടിപൊളി വെടിക്കെട്ട് വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കും കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഏട്ടാ മോനെ ഇവിടെ നിൽക്കുവാണോ? ഇവിടുത്തെ ഒരു ട്രഡീഷണൽ മാർക്കറ്റാണ് സൂക്ക്. സൂക്ക് മീൻസ് മാർക്കറ്റ് എന്നാണ് പറയപ്പെടുന്നതെന്ന് തോന്നുന്നു. ഇവിടുത്തെ ട്രഡീഷണൽ സാധനങ്ങൾ, ഐ മീൻ ഇത് 1987 പൂട്ടിയിട്ടിട്ട് പോയതാണ്. ചുമ്മാ കള്ളത്തരം പറയടാ കള്ള. നാട്ടുകാരെല്ലാം കൂടെ കൂടി എന്നെ കൂട്ടിക്കിടിച്ച് ഇടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അല്ല അൽ അറബി അല്ലൊട്ടക അല്ല അൽ അറബി അൽ മുങ്ങി. അയ്യോ കൊള്ളാം. ചുമ്മാ ഈ വെള്ളത്തിലാണ് ഇതൊക്കെ ചുമ്മാ പറഞ്ഞാട്ടോ. ആദ്യമായിട്ട് കൈ എഴുതിയ സ്ഥലമാണോ? ചുമ്മാ തെള്ള്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്താന്ന്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താന്ന്? അത് എന്തിന്റെയാണ്? അവിടെ ആ മൂലയ്ക്ക് വാസ്കോഡാമ രണ്ടാമത് വന്ന് കാല് വെച്ചു. ആണോ? അവിടെ ചവിട്ടിയപ്പോ തെന്നിപ്പോയി കാണും അല്ലേ? നേരെ തോട്ടി പോയി കാണും. നമ്മുടെ ഒരു എന്താ പറയുക ഒരു അറബിക് സൂക്ക് ഒരു മാർക്കറ്റാണ് അൽസീഫ്. ഇവിടെ കോമൺലി നമുക്ക് എന്താ പറയുക ഫീസൊന്നും ഇല്ല കയറി വരാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഇപ്പം നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതും അതുപോലെ ഇന്ത്യയിൽ നിന്ന് വരുന്നതും ഹാൻഡ് ക്രാഫ്റ്റുകൾ, പെർഫ്യൂംസ്, അതുപോലെ തന്നെ സ്പൈസസ്, നമ്മുടെ എന്താ പറയുന്നത് ഈ കറുവപ്പട്ട ഗ്രാമ്പൊക്കെ ഇല്ലേ അതുപോലുള്ള സാധനങ്ങളൊക്കെ, ഒരുപാട് അറബിക് സ്പൈസസ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ആർക്കിയുടെ ഫെറി, അതുപോലെ തന്നെ അബ്ര ഒക്കെ ഉണ്ട്. അബ്രയ്ക്കൊക്കെ 1 രൂപ അല്ലേ? 1 ദർഹംസേ ഉള്ളൂ. ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഇല്ല 1 രൂപ ഉള്ളൂ. ഞാൻ കൊടുത്താ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു. അപ്പോൾ 1 രൂപ കൊടുത്താ വന്നേ. സോ റീസണബിൾ ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യണ്ടായി, ഫീസ് ഒന്നും ഇല്ലാതെ. ഇപ്പം നമ്മൾ വേറെ പാർക്കിൽ പോവാണെങ്കിൽ അവിടെ ചിലപ്പം എൻട്രി ഫീസ് കാണും. ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പീസ്ഫുള്ളി, അതുപോലെ തന്നെ ഇങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് പൈസ സ്പെൻഡ് ചെയ്യുന്ന ക്ലബും ബാറും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നല്ല റെസ്റ്റോറൻറ്റ്സ്, ട്രഡീഷണൽ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ നൈസ്. നിനക്ക് എന്താടാ പറയാനുള്ളത്? പറയടാ, അവിടെ നിൽക്കടാ. നല്ല സ്ഥലം ഇത്. നല്ല സ്ഥലമാണ്. കളക്ഷൻ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം. കളക്ഷൻ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ആണോടാ? നല്ല കളക്ഷൻ കിട്ടുമോ? എനിക്കറിഞ്ഞൂടാ. എടാ പറയടാ. നിനക്ക് എന്തൊക്കെ അറിയാന്ന് നിന്റെ മുഖം കാണുമ്പോ അറിയാം. ഞാനിപ്പോ 1-2 വട്ടം മാക്സിമം. ഓ, ഇവന്റെ കൂടെ ഒരു വട്ടം ഫസ്റ്റ്. എങ്ങനെ ഇരിക്കുന്നു? സുരാജൂടെ രണ്ടാമത് ഇപ്പം വന്നു. എന്നാലും നീ വന്നതിൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്. ഓ, സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഇവിടെ എന്താണ് പറയാനുള്ളത്? പറയൂ സുഹൃത്തുക്കളെ. പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു സീ ഏരിയ, ഈ കനാലെല്ലാം നല്ല ഭംഗിയാണ്. പറയൂ. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. മോനെ വിഷയം അവസാനിപ്പിച്ചു. ഞങ്ങളിങ്ങനെ പോയതാ ഇവിടെ ഇതുവഴി. കുട്ടി ഞാൻ അറിഞ്ഞില്ല, കുട്ടിയിൽ വലിയൊരു കലാകാരനുണ്ടെന്ന്. എനിക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് തരുമോ? തീർച്ചയായിട്ടും. മോനെ ഏതായാലും കുറച്ച് ഫോട്ടോ എടുക്കണം. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. എവിടെ ഫോട്ടോ എടുക്കുന്നേ? എവിടെയാണെങ്കിലും യു ടെൽ മീ ഏത് ബാക്ക്ഗ്രൗണ്ടാണ് ഇഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ ഈ പഴയ ടൈപ്പുള്ള ഈ കടകളാണ്. അതിന് തന്നെ ഇതെനിക്ക് പകൽ സമയത്തായിരിക്കും ഇതെല്ലാം ഓപ്പൺ ആവുന്നത് അല്ലേ?
ഇത് മിക്കവാറും ഈ ഒരു സൈഡിൽ കുറേ സൈഡിൽ കഫേസ് ഉണ്ട്, കുറേ സൈഡിൽ നമ്മുടെ കമേഴ്ഷ്യൽസ് കട, നമ്മുടെ കണ്ടോ മുന്നേ ഊത് കടകളുണ്ട്, ഡ്രസ്സസിന്റെ കടകളുണ്ട്, നമ്മുടെ കശ്മീരിലെ എന്താ പറയുക ഷോൾസ്, സ്റ്റോൾസ്, ഷാൻഡലിയേഴ്സ്, ലൈറ്റ്സ്, പെർഫ്യൂംസ് എല്ലാം. ഏതാ പറഞ്ഞു ചുമ്മാ നൈസ് അതല്ല, ഞങ്ങളിവിടെ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്ന് പോടാ ഇല്ലെന്ന് വെച്ചാൽ. അപ്പൊ ഇവിടെ എല്ലാ ഒരു സൂക്കിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. ഊത് തുടങ്ങി നമുക്ക് ഡ്രസ്സസ് ഉൾപ്പെടെ കാർപ്പറ്റ്സ്, വാട്ട് എവർ യു വോണ്ട് എല്ലാം ഇവിടെ കിട്ടും. എല്ലാം കിട്ടും റീസണബിൾ പ്രൈസിൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. മോനെ ആ സെറ്റ് കണ്ടോ, കഥകൾ പറയുമ്പോൾ അതുവഴി ഇതണ്ട അമ്പരചുംബികളായ കപ്പലുകൾ. ഏതാ? ആ 3-5 വീഡിയോ ഉണ്ട്. മോനെ സെറ്റ്. അത് പ്രശ്നമില്ല, നമുക്ക് ഇന്ന് പെട്ടെന്നുള്ള പരിപാടിയല്ലായിരുന്നു. ഞാൻ ഇവിടെ രാവിലെ ഒരു കാര്യം പറഞ്ഞു, ഇത്രയും നാള് പോയ പോലെയല്ല, ചുമ്മാ കറങ്ങിട്ട് മൊത്തം ഊതാണ്. അത് കുഴപ്പമില്ലടാ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യടാ. സുഹൃത്തുക്കളെ, ഞങ്ങൾ യാത്രകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിൻ്റെ അവിടെ എന്നെ വിടാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പം ഓക്കെ, വീണ്ടും നാട്ടിൽ വരുമ്പം കാണാം. ഓക്കെ മോനെ, നാട്ടിൽ വരുമ്പം കാണാടാ. തുറക്കത്തില്ലടാ, ഞാൻ നിന്നെ നാളെ കാണാൻ വരുന്നുണ്ട്. നാളെ നീ വരുമോ? ചുമ്മാ നീ ഉടായി പറയുന്നത്. എടാ ഇവൻ ചുമ്മാ നൈസ് തള്ളു. ഞാൻ വിശ്വസിക്കത്തില്ലടാ, അതുകൊണ്ട് നീ വരും. ശരിയാ, ഓക്കേടാ മോനെ, കാണാം. ഓക്കേടാ, കാണാം. ഓക്കെ, കൈ അടക്കണം, അവന് കൈ തരണമെന്ന്. ഓക്കേടാ, വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം. ഓക്കെ. നല്ല ദിവസമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ.